സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകളാണ്. ആലപ്പുഴ ബൈപ്പാസിന്റെ ഭാഗം മുതൽ കൃപാസനം പാതിരാപ്പള്ളി വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടുതലുള്ളതും ആദ്യത്തേതുമായിട്ടുള്ള ബീച്ച് എലിവേറ്റഡ് ഹൈവേ, അതിന്റെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായത് കേട്ടോ. ആദ്യമുള്ള ആ ഒരു 2 വരിയാണ് ഇടതുവശത്ത് കാണുന്നത്. ഇപ്പൊ നിർമ്മിക്കുന്ന 3 വരിയുടെ പണികൾ ഇതാ ഈ ഒരു സൈഡിൽ ഗാഡർ വെച്ച സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആറോബിക്ക് മുകളിൽ 2 സൈഡിലും, ആ സൈഡിലും ഈ സൈഡിലും, അതായത് ഒരു ഷേപ്പിലാണ് ബീച്ച് എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആലപ്പുഴ നഗരത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഒരു ഷേപ്പിലുള്ള ബീച്ച് എലിവേറ്റഡ് ഹൈവേയുടെ 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ആറോബിക്ക് മുകളിൽ ഗാഡർ വെക്കാനുണ്ട്. അതുകൊണ്ട് 5 കിലോമീറ്ററിലധികം നീളമുള്ള ആലപ്പുഴ ബൈപ്പാസിന്റെ പണികൾ ഇപ്പോഴും ഈ ഒരു കോലത്തിൽ കിടക്കുകയാണ്. ഗാഡർ വെച്ച സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു. അതിന്റെ മുകളിൽ ടാറിങ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞു. ഇതാ എക്സ്പാൻഷൻ ജോയിനിന്റെ പണികളാണ് ഇപ്പോൾ ഈ ഒരു ആലപ്പുഴ ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീച്ച് എലിവേറ്റഡ് ഹൈവേ, ഇന്ത്യയിലെ ആദ്യത്തെ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസിലെ എലിവേറ്റഡ് ഹൈവേ. സംവേദനം ഉഷാറായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം തോന്നുന്നുണ്ട് ഒരു 4-5 മാസം മുമ്പ്, നമ്മൾ ഡൽഹി യാത്രക്ക് മുമ്പാണ് ആലപ്പുഴ ഈ ഒരു ഭാഗത്തെ വീഡിയോ അവസാനമായിട്ട് ചെയ്തത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗത്തും അതേപോലെ കലവൂർ ഭാഗത്തൊക്കെ കുറച്ച് പണികളൊക്കെ നടന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ പൊതുവെ പണികൾ വളരെ സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടങ്ങൾ എക്സ്പാൻഷൻ ജോയിനിങ്ങിൻ്റെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്, ലോറികൾക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഈ ഒരു ക്രാഷ് ബാരിയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും പാലത്തിൻ്റെ പണികൾ മാത്രം കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല, ബാക്കിയുള്ള സ്ഥലത്തേക്ക് പണികൾ സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ആലപ്പുഴ എത്തുന്നതിന് മുമ്പുള്ള കലവൂർ അതേപോലെ കൃപാസനം ആ ഒരു ഭാഗത്തൊക്കെ കുറച്ചധികം പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അണ്ടർപാസിന്റെ പണികളൊക്കെ കഴിഞ്ഞ് അതിന് മുകളിലൂടെ ടാറിങ് ചെയ്യുന്ന പണികളൊക്കെ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അശോക ബിൽഡ്കോൺ, അതായത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ, ആ ഒരു റീച്ചിന്റെ പണി കഴിഞ്ഞതിന് ശേഷം തുറവൂർ മുതൽ ഈ ഒരു ആലപ്പുഴ ജില്ലയിലെ കളർക്കോട് വരെ KCC ബിൽഡ്കോൺ എന്ന കമ്പനിയാണ് പണി ചെയ്യുന്നത് കേട്ടോ. അത് ആദ്യത്തെ ലൈറ്റാണ്, 2 വരിയിലുള്ള ലൈറ്റ് ആട്ടോ. ഇവിടെ കണ്ടങ്ങൾ ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, പാരാഗ്ലൈഡിങ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല. അതൊക്കെയാണ് പാരാഗ്ലൈഡിങ്. ആലപ്പുഴ ബീച്ചൊക്കെ മാറി, പക്ഷെ എത്ര മാറിയാലും കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഒരു തിരക്കും സംഭവങ്ങളൊന്നും ആലപ്പുഴ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല കേട്ടോ. നട്ടപ്പാതിരേക്കും പുലർച്ചെ 3 മണിക്ക് പോയാലും കോഴിക്കോട് ബീച്ചിൽ എപ്പോഴും കച്ചവടക്കാരൊക്കെ ഇപ്പോൾ ഫുൾ ടൈം ഉണ്ടല്ലോ. ഏതായാലും ഈ ഒരു ഈ ബീച്ച് എലിവേറ്റഡ് ഹൈവേയുടെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല വീതിയുണ്ട്. അപ്പോൾ 3-3 ആ ഒരു രീതിയിൽ ഇവിടെ ഗതാഗതം പോകുന്നതായിരിക്കും. നമ്മൾ കോഴിക്കോട് തൊണ്ടയാട് രാമനാട്ടുകര ഫ്ലൈ ഓവറിലൊക്കെ കണ്ടതുപോലെ 3-3 എന്ന രീതിയിലായിരിക്കും ഇവിടെ ട്രാഫിക് പോകട്ടോ. അതാണ് ഈ ഒരു സൈഡിൽ തുടക്കം, നമ്മൾ കളർക്കോട് ഭാഗത്തെ ആ ഒരു തുടക്കമാണ് ഞാൻ കാണിച്ചത്. കളർക്കോട് ആ ഒരു ജംഗ്ഷനിൽ അണ്ടർപാസിന്റെ പണികൾ ഇങ്ങനെ കോലം ആക്കി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തുന്ന പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ ഈ ഒരു റോഡിന് കുറുകെ ബോക്സ് അണ്ടർപാസുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ഒരു ആറോബിയുടെ ഭാഗത്തൊക്കെ ഗാഡർ വെക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു എലിവേറ്റഡ് ഹൈവേ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ബൈപ്പാസിൽ പെട്ടതാണ്. ഇവിടെ നിലവിലുള്ള ആ ഒരു റോഡ് കൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നത്. ഏകദേശം ഒരു 100 മീറ്ററോളം, 100 മീറ്ററിൽ കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്ത് ടാറിങ്ങിന്റെ പണികൾ കഴിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഫുള്ളായിട്ട് ഈ ഒരു നമ്മൾ ആ ഒരു എലിവേറ്റഡ് ഹൈവേ തുടങ്ങുന്ന ആ ഒരു ഭാഗം വരെ പൂർണ്ണമായിട്ടും പണികൾ തീർന്നിട്ടില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ഒരു തിരുവനന്തപുരം വരെയുള്ള യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരം വരെ, കഴക്കൂട്ടം വരെ നമ്മൾ യാത്ര ചെയ്തു. സത്യം പറയാന്നുണ്ടെങ്കിൽ മലബാർ മേഖലയിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് മാത്രമാണ് കണ്ണൂർ ബൈപ്പാസ്, അതേപോലെ തളിപ്പറമ്പ് ബൈപ്പാസ്, അങ്ങനെ 2-3 സ്ഥലത്ത് ആ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് തീരെ പണി നടക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പണി നടത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പണികൾ തീർത്ത് അതിലൂടെയാണ് ആ ഒരു മെയിൻ ഹൈവേയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. മലബാറിനെ അപേക്ഷിച്ച് തീരെ പണി നടക്കാത്തൊരു ഭാഗമാണ് ഈ ഒരു ആലപ്പുഴ ജില്ലയിൽ ഒരു സ്ഥലത്ത് പണി നടക്കുന്നുണ്ട്, അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. അത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗാഡറും വെച്ചിട്ട് ഞാൻ എനിക്കൊന്നും വളരെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, ഒരു സ്പാനിന്റെ പകുതി ഭാഗം മാത്രമാണ്, ഒരു സ്പാനിന്റെ ഇടയിൽ മാത്രമാണ് ഗാഡർ വെക്കാനുള്ളൂ. അവിടെ ഒരു ഹൈ ടെൻഷൻ കേബിൾ പോകുന്നുണ്ട്. ഇതാണ് ജംഗ്ഷൻ.
ഇതേ ഒരു അവസ്ഥയാണ് അപ്പുറത്തെ സൈഡിൽ കേട്ടോ. കളർക്കോടും ഇതേപോലെ അണ്ടർപാസിന്റെ പണികൾ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കട്ട വെച്ച് മണ്ണിട്ട് ചേർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ. ബ്രിക്ക് വെച്ച് ബ്ലോക്ക് അല്ല, ഒരു ബ്രിക്ക് വെച്ചിട്ടാണ് മണ്ണിട്ട് ചേർത്തുന്ന പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഫുട്പാത്തിന്റെ പണികൾ നടക്കാറുണ്ട്. അത് നടക്കുമ്പോൾ ഇവിടെ അത് പരമാവധി അടുപ്പിച്ചിക്കണേ. കൊമ്മാടി പാതിരപ്പള്ളി ഈ ഒരു ഭാഗത്തൊക്കെ അണ്ടർപാസിന്റെ ഭാഗത്ത് രണ്ട് സൈഡിലും മണ്ണിട്ട് ചേർത്തുന്ന പണികളൊക്കെ തീർത്തത് ഈ ഒരു കോലം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറിന്റെ പണികൾ ബാക്കിയുണ്ട്. ഇത് നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മളിപ്പോൾ അത് പെട്ടെന്ന് പണി തീരും എന്നുള്ള തോന്നൽ നമുക്ക് വന്നേക്കാം. പക്ഷെ ചില സ്ഥലത്തേക്ക് എപ്പോഴും അണ്ടർപാസിന്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കട്ട വെച്ച് മണ്ണിട്ട് ചേർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് ആ ഒരു കണ്ട ഭാഗത്തെ കുറച്ച് ഉയരത്തിൽ കട്ട വെച്ച് മണ്ണിട്ട് ചേർത്തിട്ടുണ്ട്. ചില ഭാഗത്തേക്ക് എപ്പോഴും ആ ഒരു 3 വരി 4 വരിയിലാണ് ഇങ്ങനെ മണ്ണിട്ട് ചേർത്തുന്ന പണികൾ. നമ്മൾ ആ പുന്നപ്ര ഭാഗത്തേക്ക് എപ്പോഴും ആ ഒരു വയലാർ ഭാഗത്തേക്ക് എപ്പോഴും അതേപോലെ തന്നെയാണ്. ചേർത്തല ഭാഗത്തും കാര്യമായിട്ടൊരു പുരോഗതി ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ പിന്നെ 6 വരിയുടെ കോലം ആക്കി എടുത്തിട്ടുണ്ട്. സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞ് ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. ഇവിടെ ക്രാഷ് ബാരിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. മീഡിയയിലുള്ള ക്രാഷ് ബാരിയറിന്റെ പണികൾ നടക്കാനുണ്ട്. 2 സൈഡിലുള്ള ക്രാഷ് ബാരിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലുള്ള ആ ഒരു ക്രാഷ് ബാരിയറിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. പാതിരപ്പള്ളി കഴിഞ്ഞു. ഇവിടെ കണ്ടില്ല ഞങ്ങൾ ഈ ഒരു കോലം ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണിട്ട് ചേർത്തുന്ന പണികൾ പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല വേഗത്തിലുണ്ടോ. ഇതേ ആ ഒരു രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത് എങ്കിൽ 1 വർഷം കൊണ്ട് നമ്മളെ ചേർത്തല ഭാഗത്തെ പണികളൊക്കെ തീരുന്നതായിരിക്കും. തുറവൂര് ആ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗം കഴിഞ്ഞതിന് ശേഷം ഒന്നും കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ല കേട്ടോ. ഈ ഒരു റീച്ചിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കാര്യമായിട്ടൊരു പുരോഗതി നടന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ പണികളൊക്കെ എന്ന് തീരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ ചില സ്ഥലത്ത് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പുതിയ ഹൈവേയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകണം കേട്ടോ. ഇപ്പോൾ തളിപ്പറമ്പ് ബൈപ്പാസ് അങ്ങനെ കുറച്ച് ചെങ്കള നീലേശ്വരം റീച്ചിലൊക്കെ ഏകദേശം ഓക്കെയാണ്. പുതിയ ഹൈവേയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. അണ്ടർപാസിന്റെ പണിയുണ്ടെങ്കിൽ സെറ്റാണ്. മറ്റുള്ള നമ്മൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫുട്പാത്തിന്റെ ആ ഭാഗത്ത് ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ കണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കോൺക്രീറ്റിലാണ് സംഭവം ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ മാത്രമാണ്. ഇത് ചെറിയ അണ്ടർപാസ് ആട്ടോ. വലിയ അണ്ടർപാസിലാണ് മലപ്പുറത്ത് 2 സൈഡിലുള്ള. ഇവിടെ കണ്ടെങ്കിൽ ഇനി ക്രോസ് ചെയ്ത് പോകുന്ന ഹൈ ടെൻഷൻ കേബിൾ മാറ്റാനുണ്ട്. ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞിങ്ങനെ കേട്ടോ. ഏതായാലും ഒരുപാട് സ്ഥലത്ത് പുതിയ അണ്ടർപാസുകളും ഓവർപാസുകൾ കിട്ടുമറിയില്ല. ഏതായാലും ഈ ഒരു ഭാഗത്തൊക്കെ അണ്ടർപാസുകൾ അനുവദിച്ച് ഇവിടെ അല്ല കേട്ടോ, സോറി മാറിയതാണ്. കൊല്ലം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് പുതിയ അണ്ടർപാസുകൾ അനുവദിച്ച് കൊടുത്തു എന്ന് അറിയാൻ സാധിച്ചു. ഏതായാലും ഇലക്ഷൻ കാ വക്ത് ഫയദ ഉട്ടാവും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ ഒരു അണ്ടർപാസ് വേണം. അണ്ടർപാസ് തരാൻ പറ്റാത്ത സാഹചര്യമുള്ള സ്ഥലത്ത് FOB വേണം എന്ന് പറയണം. അബി ഫയദ ഉട്ടായേഗാ തോ आपका तो बहुत अच्छा है और 5 साल का बाद इलेक्शन आएगा. ഇലക്ഷൻ 5 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അത് മറക്കണ്ട. നമ്മൾ പറയാനുള്ള നമുക്ക് എന്താ പറയുക, ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് എന്തും പറയാനില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പറയാനുള്ള സ്വാതന്ത്ര്യമല്ല, ചോദിച്ച് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് മറക്കണ്ട കേട്ടോ. വെറും മേപ്പിട്ട് നോക്കി നടക്കില്ലാന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം എല്ലാവരും മേപ്പിട്ട് നോക്കി നടക്കലേ ഉണ്ടാവുള്ളൂ. അവകാശങ്ങൾ നേടിയെടുക്കുക. പാതിരപ്പള്ളി ആൻഡ് കലവൂർ ഇതിനിടയിൽ ഈ ഒരു ഭാഗത്തൊക്കെ റോഡിന്റെ പണി ഈ ഒരു കോലം ആയി മാറിയിട്ടുണ്ട്. പാതിരപ്പള്ളിയുടെ ആ ഒരു കൊമ്മാടി ആ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കലവൂർ ഭാഗം വരെയൊക്കെ ഏകദേശം ഹൈവേയുടെ പണി ഈ ഒരു കോലമാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞ ഭാഗത്തു കൂടെ അല്ല വാഹനങ്ങൾ പോകുന്നത്. ഇപ്പോഴും സർവീസ് റോഡിലൂടെയാണ്. ഈ ഒരു സൈഡിലേക്കുള്ളത് കുറഞ്ഞ ദൂരത്തിൽ കേട്ടോ, വളരെ കുറഞ്ഞ ദൂരത്തിൽ മാത്രം മെയിൻ ഹൈവേയിലൂടെ പോകുന്നുണ്ട്. ഇവിടെ ഈ ഒരു കലവൂർ ടൗണിൽ ഇവിടെ CTSBയുടെ പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മാസം കൊണ്ട് ഈ മാസം കഴിഞ്ഞില്ലേ, പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടോ. വോയിസ് ഓവർ എടുത്ത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. എന്തായാലും അടുത്ത മാസം ആകുമ്പോഴത്തേനൊക്കെ ഇതിൻ്റെ മുകളിലൂടെ ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും എന്നാണ് വിചാരിക്കുന്നത്. നടന്നു. പല അണ്ടർപാസുകളും ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. അതാണ് രസം. പണി ഈ അണ്ടർപാസ് പോകാൻ പറ്റുന്ന കോലാന്നുണ്ടെങ്കിലാണ്ട് തുറന്നു കൊടുത്തൂടെ. ഇപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലും അതേപോലെ ഈ ഒരു ആലപ്പുഴ ജില്ലയിലും കണ്ട കാഴ്ചകളാണ്. ഞാൻ ആക്സിഡന്റ് കൂടുന്ന വിചാരിച്ച് കണ്ട് ക്ലോസ് ആക്കിയതാണോ എന്താണ് സംഭവം എന്നറിയില്ല. അണ്ടർപാസ് ഇപ്പോൾ ഒരുപാട് കണ്ട് ഏകദേശം ഒരു 10-ലേറെ അണ്ടർപാസുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലായാലും ഇവിടെ ആയാലും. തിരുവനന്തപുരത്ത് പിന്നെ പോട്ടെ, ഈ
നമ്മളിപ്പോൾ ഈ വരുന്ന വീക്കിലൊക്കെ കണ്ടിട്ടോ ഒരുപാട് സ്ഥലത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, തിരുവനന്തപുരം വരെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് തോന്നിയൊരു സംഭവമാണ് 2027 അവസാനത്തോട് കൂടിയിട്ട് ഈ ഒരു ദേശീയപാതയുടെ പണി തീരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലാണ്ട് മാറ്റിയേക്ക്. എന്തായാലും 2028 അതിനപ്പുറമൊക്കെ കടക്കും. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം വന്നപ്പോൾ കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ലാത്തൊരു സ്ഥലമാണ്. അതേപോലെ തിരുവനന്തപുരം ജില്ലയിലാണ് തീരെ പണി നടക്കാത്തത്. ഞാൻ ഒരു കമ്പനിയൊക്കെ ടെർമിനേറ്റ് ചെയ്ത് വേറെ ആൾക്കാർ ഏറ്റെടുത്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. അതേപോലെ കൊല്ലം ജില്ലയിലും ഈ നീണ്ടകര ഭാഗത്തൊക്കെ കുറച്ച് പണികൾ ബാക്കിയുണ്ട്. പിന്നെ കരുനാഗപ്പള്ളി ഭാഗത്തും അതേപോലെ ആ ഒരു ഓച്ചിറ ഭാഗത്തൊക്കെ ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. നമ്മളെ ഈ ഒരു മലപ്പുറം കോഴിക്കോട് ജില്ലയിലുള്ളത് പോലെ പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്ന കാഴ്ചകളൊന്നും നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റില്ല. ഏകദേശം 1100-ന് 1000-ൽ കൂടുതൽ വീഡിയോ നമ്മൾ ദേശീയപാതയുടെ വീഡിയോകൾ ഇപ്പോൾ ചെയ്തു. പറഞ്ഞ് ഞാൻ മടുത്തു. പണി തീരാനുണ്ട്, പണി നടക്കാൻ ബാക്കിയുണ്ട്, പണികൾ വളരെ സാവധാനം നടക്കുന്നു, ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. പറയുന്ന എനിക്കും ചടച്ചു, കേൾക്കുന്ന നിങ്ങൾക്കും ചടച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ എന്തായാലും നമ്മളെ ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒന്ന് സംസ്ഥാനം വിടാൻ ചാൻസ് ഉണ്ട്, നോക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ മലബാർ മേഖലയിൽ കുറച്ച് പണി മാറ്റങ്ങൾ നടന്ന സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് കാണിച്ചിട്ട് നമ്മൾ ഒരൊറ്റ പോക്കാണ്. ഈ ഒരു ഭാഗത്തൊക്കെ പണി തീരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇനിയും 2 വർഷം എടുക്കട്ടെ സുഹൃത്തുക്കൾ. കണ്ടെങ്കിൽ എത്ര പോരെ പണികൾ ഇങ്ങോട്ട് ബാക്കിയുണ്ടാവും. ബാക്കി വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റിയുള്ള വളരെ സുഖമുള്ള സ്ഥലമാണ്. പക്ഷേ മണ്ണ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നത്. ഏതായാലും കായലിൽ നിന്നൊക്കെ മണ്ണ് ഡ്രഡ്ജ് ചെയ്തെടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. എന്നാലെങ്കിലും ഒന്ന് പണി പെട്ടെന്ന് തീർത്തൂടെ. പിന്നെ പണി നോക്കി നടത്തുന്ന ആൾക്കാർക്ക് ഇത് തീർക്കണം എന്നൊരു തോന്നൽ വേണം. പണി പെട്ടെന്ന് തീർത്താൽ അത്രയും പെട്ടെന്ന് ടോൾ വാങ്ങല്ലോ, ആ ഒരു ചിന്ത NHAന്റെ ആൾക്കാർക്കില്ലേ. ടോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയിലും വെട്ടിച്ചിറ ടോൾ പ്ലാസയിലും ഇപ്പൊ ടോൾ പിരിവ് ഏറ്റെടുത്ത കമ്പനി 5 പൈസക്കില്ല കേട്ടോ. ആൾക്കാരുടെ സ്വഭാവം പറ്റ മോശമാണ്. അതേപോലെ ടോയ്ലറ്റിന്റെ ഒക്കെ അവസ്ഥ ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ച് കാണിച്ചു തരാറുണ്ട്. കൃപാസനം ഭാഗത്ത് FOBയുടെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ടോൾ വിരിക്കാൻ തുടങ്ങി. ഇതുവരെ FOBയുടെ പണികൾ പൂർത്തിയായിട്ടില്ല. വെളിമുക്ക് ഭാഗത്തും രണ്ടത്താണി ഭാഗത്തൊക്കെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ റോഡിന്റെ പണി പൂർണ്ണമായിട്ടില്ല. ഇവിടെ പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം കൃപാസനം എന്ന ആ ഒരു സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്. എപ്പോഴും ആളുകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാട്ടോ. ഇവിടെ കണ്ടെങ്കിൽ എപ്പോഴും ഒരുപാട് ആളുകൾ രാത്രി ആയിക്കോട്ടെ പുലർച്ചെ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ചെടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ അല്ല ടോൾ പ്ലാസ വരുന്നേ. പക്ഷെ ഈ ഒരു ഭാഗത്ത് ടോൾ പാസ് വരുമ്പോൾ ഒരു പാസേജ് പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു FOBയിലൂടെ അപ്പുറത്തേക്കും കിടക്കൽ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ഒരു ബോക്സ് കൾവേർട്ടൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് നമ്മളെ ചെറുക്കള ഭാഗത്ത് മേഘ കമ്പനി ആ ഒരു പണി ചെയ്തിട്ടുണ്ട്. അതേപോലെയൊക്കെ വെച്ച് നിൽക്കാന്നുണ്ടെങ്കിൽ സംഭവം ഉഷാറേനി. പ്രായമായിട്ടുള്ള ആളുകൾക്ക് സ്റ്റെപ്പ് കയറൽ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഒരുപാട് ആളുകൾ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം കേട്ടോ. ഇവിടെയൊക്കെ പണികൾ എന്നാണ് തീരുക എന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ആ ഒരു റീച്ചിലെ പണികൾ പെട്ടെന്ന് തീരും. പക്ഷെ ആ പാലത്തുമെന്ന് വന്ന് ചാടണല്ലോ, തുറവൂർന്ന് വന്ന് ഇങ്ങോട്ട് ചാടണല്ലോ, ആ ഭാഗം എന്നാണ് തീരാന്ന് അറിയില്ല. എന്തായാലും സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇനിയും എത്രത്തോളം പണികൾ തീരാനുണ്ട് എന്നൊക്കെ മനസ്സിലായില്ല. ഏതായാലും വീഡിയോ ഞാൻ അടിച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.